പാർലറിലൊക്കെ പോയി ഫേഷ്യൽ ചെയ്യണമെങ്കിൽ ഒരുപാട് പൈസ ആകുമല്ലോ എന്ന് ഓർത്തിരുന്നപ്പോഴാണ് ഫ്ലിപ്കാർട്ടിൽ 75 രൂപയ്ക്ക് ഈ ഒരു പപ്പായയുടെ ഫേഷ്യൽ കിറ്റ് കണ്ടത്. പിന്നെ ഒന്നും നോക്കിയില്ല, ഞാൻ അങ്ങ് ഓർഡർ ആക്കി. ഈ ഒരു ഫേഷ്യൽ കിറ്റിൽ 6 സ്റ്റെപ്പായിട്ടാണ് വരുന്നത്. ഇതിലെ ഫസ്റ്റ് സ്റ്റെപ്പ് ക്ലെൻസറാണ്. ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, എത്ര മിനിറ്റ് ആണ് യൂസ് ചെയ്യേണ്ടതെന്ന് ഇതിൻ്റെ ബാക്കിലുണ്ട്. ഈ ഒരു പാക്ക് കാണുമ്പോൾ ക്വാണ്ടിറ്റി കുറച്ചുള്ളതെന്ന് നിങ്ങൾക്ക് തോന്നുമെങ്കിലും പക്ഷേ ഇത് അത്യാവശ്യം ഒരു 3 പേർക്കെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. ഞാനിതിൽ നിന്ന് കുറച്ചെടുത്ത് എൻ്റെ ഫേസിലും നെക്കിലും നല്ലതുപോലെ അപ്ലൈ ചെയ്ത് 3 to 4 മിനിറ്റ്സ് നല്ലതുപോലെ മസാജ് ചെയ്തു. കണ്ടിന്യൂസ് ഒരു 3 to 4 മിനിറ്റ്സ് നമ്മൾ നല്ലതുപോലെ മസാജ് ചെയ്യുമ്പം ഈ ഒരു പരുവം എത്തും നമ്മുടെ ഫേസ്. ഒരു 5 മിനിറ്റ്സോളം മസാജ് ചെയ്ത് നമ്മൾ ഒരു നനഞ്ഞ കോട്ടൺ തുണിയിട്ട് വൈപ്പ് ചെയ്യുവാണ് ചെയ്യേണ്ടത്. ദെൻ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു സ്ക്രബാണ്. ഇതിൽ നിന്നും ഞാൻ കുറച്ചെടുത്ത് എൻ്റെ ഫേസിലും നെക്കിലും നല്ലതുപോലെ അപ്ലൈ ചെയ്ത് 4 to 6 മിനിറ്റ്സ് കണ്ടിന്യൂസ് മസാജ് ചെയ്തു. ഇതിൻ്റെ ബാക്കിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ, നമ്മുടെ സ്കിൻ ടൈപ്പ് വെച്ചിട്ട് എത്ര മിനിറ്റാണ് നമ്മളിത് മസാജ് ചെയ്യേണ്ടതെന്ന്. മസാജ് ചെയ്ത് കണ്ടിന്യൂസ് ഈ ഒരു പരുവം എത്തുമ്പോൾ നമ്മൾ വാഷ് ചെയ്യണം. ദെൻ തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്ന ഒരു ജെല്ലാട്ടോ. ക്ലെൻസർ ഇട്ട് വൈപ്പ് ചെയ്ത ഫേസ്, സ്ക്രബ് ഇട്ട് വാഷ് ചെയ്ത ഫേസ്, ജെല്ലിട്ട് മസാജ് ചെയ്യണം. ഇതിൻ്റെ ബാക്കിൽ പറയുന്നുണ്ട് കേട്ടോ നമ്മൾ എത്ര മിനിറ്റ് വേണം മസാജ് ചെയ്യേണ്ടതെന്ന്. നോർമൽ ആൻഡ് ഡ്രൈ സ്കിൻ ആണെങ്കിൽ 8 to 10 മിനിറ്റ്സും ഓയിലി സ്കിൻ ആണെങ്കിൽ ഒരു 50 മിനിറ്റ്സ് എങ്കിലും നമ്മളിത് കണ്ടിന്യൂസ് മസാജ് ചെയ്യണം. എൻ്റെ സ്കിൻ എന്ന് പറയുന്നത് ഒരു കോമ്പിനേഷൻ സ്കിന്നാട്ടോ. നെറ്റി ഭയങ്കര ഓയിലിയും കവിളൊക്കെ വരുമ്പോൾ ഭയങ്കര ഡ്രൈയുമാണ്. അപ്പോൾ ഞാനൊരു 50 മിനിറ്റ്സ് കണ്ടിന്യൂസ് ചെയ്ത് മസാജ് ചെയ്തു. നമ്മുടെ ഫേഷ്യൽ കിറ്റിൻ്റെ ഒരു പകുതി സ്റ്റെപ്സോളം നമ്മളിപ്പോൾ കഴിഞ്ഞിട്ടോ. ദെൻ ഫോർത്ത് സ്റ്റെപ്പ്. ഈ ഫോർത്ത് സ്റ്റെപ്പിൽ വരുന്നത് ഒരു ക്രീമാണ്. അത് സെയിം നമ്മുടെ ഫേസിലും നെക്കിലും നല്ലതുപോലെ അപ്ലൈ ചെയ്ത് ഒരു 10 മിനിറ്റ്സ് എങ്കിലും കണ്ടിന്യൂസ് മസാജ് ചെയ്യണം. നമ്മളിങ്ങനെ ഈ മസാജ് ചെയ്യുമ്പോൾ എന്താ ബെനിഫിറ്റ് എന്നറിയുമോ? നമ്മുടെ ഫേസിൽ ഒരുപാട് ഡെത്ത് സ്കിൻസ് കാണും, അത് നല്ലതുപോലെ റിക്കവർ ആയി കിട്ടും. ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു ഇതിന് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടെന്ന്. അപ്പം ഞാനും അമ്മിയും സച്ചുവും ഞങ്ങൾക്ക് 3 പേർക്കും ഇത് നല്ലതുപോലെ ഫേസിൽ അപ്ലൈ ചെയ്ത് മസാജ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇങ്ങനെ കണ്ടിന്യൂസ് 50 മിനിറ്റ്സോളം നമ്മളിങ്ങനെ മസാജ് ചെയ്യുന്നത് കുറച്ച് ടാസ്ക് ആട്ടോ. പിന്നെ എനിക്ക് വേണ്ടിയല്ലേ എന്ന് ഓർത്തപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, 15-16 മിനിറ്റ് ഞാൻ കണ്ടിന്യൂസ് അങ്ങ് മസാജ് ചെയ്ത് വാഷ് ചെയ്തു. ദെൻ ഫിഫ്ത്ത് സ്റ്റെപ്പ്. ക്ലെൻസറും സ്ക്രബും ജെല്ലും ക്രീമും ഇട്ട് കണ്ടിന്യൂസ് മസാജ് ചെയ്ത് നമ്മൾ നെക്സ്റ്റ് അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഒരു ഫേസ് മാസ്ക് ആണ്. ഇത് നമ്മുടെ ഫേസിലും നെക്കിലും നല്ലതുപോലെ അപ്ലൈ ചെയ്ത് ഡ്രൈ ആകുന്നത് വരെ വെയിറ്റ് ചെയ്യണം. എനിക്കൊരു 35 or 45 മിനിറ്റ്സ് എങ്കിലും എടുത്തു കേട്ടോ ഇതൊന്ന് ഡ്രൈ ആയി കിട്ടാനായിട്ട്. ഞാനൊരു 45 മിനിറ്റോളം ഫേസ് ഇങ്ങനെ ഡ്രൈ ആകുന്നത് വരെ വെയിറ്റ് ചെയ്ത് വാഷ് ചെയ്യുവാണ് ചെയ്തത്. അറ്റ് ലാസ്റ്റ് ഫൈനൽ ഫേസ് സിറം. ഇത് കുറച്ചെടുത്ത് നമ്മുടെ ഫേസിലും നെക്കിലും നല്ലതുപോലെ അപ്ലൈ ചെയ്ത് ഒരു 2 മിനിറ്റ്സ് എങ്കിലും മസാജ് ചെയ്യണം. ഇതുപോലെ പപ്പായയുടെ ഫേഷ്യൽ കിറ്റ് വാങ്ങിച്ചിട്ട് യൂസ് ചെയ്തിട്ടുള്ളവർ ഒന്ന് കമൻറ്റ് ഇടണം കേട്ടോ. എനിക്ക് എന്തൊക്കെയോ ചേഞ്ച് എൻ്റെ ഫേസിൽ ഫീലായി, നിങ്ങൾക്ക് ഫീലായോ എന്ന് അറിയാനാണേ. അപ്പോൾ ഇത്രേ ഉള്ളൂ. ബൈ.